ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ ഗുജറാത്തിനെതിരായ മത്സരം സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങൾ നൽകും. ഗീസ്, ഗുഡ് ഈവനിങ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ രഞ്ജി ട്രോഫിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലേ കേരളം ഫൈനലിൽ എത്തുന്നത്. ഈ ഗുജറാത്തിനെതിരായ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ഫൈനലിലെ ജയസാധ്യത എങ്ങനെയാണ്? നമ്മൾ കപ്പിങ്ങെടുക്കില്ലേ? ശ്രീനിത, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. കാരണം 75 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 7.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് മലയാളികൾക്കും ഒപ്പം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും. 1957 കേരള ടീം എന്ന രീതിയിൽ കേരള ആദ്യമായി രഞ്ജി ട്രോഫിയിലേക്ക് കളിക്കുവാനായി മത്സരത്തിനായി ഇറങ്ങുന്നത്. അതിനു മുൻപ് തിരുക്കൊച്ചി എന്ന പേരിലൊക്കെയായിരുന്നു. അങ്ങനെ വലിയൊരു ചരിത്രം കൂടി. അത് 1935 രഞ്ജി ട്രോഫി ആരംഭിക്കുമ്പോൾ തന്നെ തിരുക്കൊച്ചി എന്ന പേരിൽ കേരള ടീം ഇറങ്ങുകയുണ്ടായി. പക്ഷേ കേരള ടീം എന്ന പേരിൽ 1957 കാലഘട്ടത്തിലാണ് എത്തുന്നത്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ്, 2 തവണ സെമി ഫൈനലിൽ വരെ എത്തിയെങ്കിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് കേരള ടീം രഞ്ജിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്, ടിക്കറ്റ് എടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആവേശകരമായ മത്സരം, സെമി ഫൈനൽ മത്സരം. അതിൽ 2 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് ഗുജറാത്തിനെതിരെ കേരള നേടുന്നു. ആ ലീഡിൽ പോലും വലിയ ക്ലൈമാക്സ് ട്വിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ 5-ാം ദിനം ഒരു വലിയ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മത്സരമായിരുന്നു. കാരണം 5-ാം ദിനം മത്സരം ആരംഭിക്കുമ്പോൾ കേവലം 3 വിക്കറ്റുകൾ മാത്രം ആണ് കേരളത്തിന് വീഴ്ത്താൻ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ 28 റൺസാണ് ഗുജറാത്തിന് ലീഡ്, അല്ലെങ്കിൽ ഒരു ഫൈനൽ സാധ്യത കേരളത്തെ പുറത്താക്കുവാൻ വേണ്ടിയും തങ്ങളുടെ ഫൈനൽ ഉറപ്പിക്കുവാൻ വേണ്ടിയും ഗുജറാത്തിന് മുന്നിലുണ്ടായിരുന്ന കടമ്പ 28 റൺസാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് ഈ 3 വിക്കറ്റുകൾ കൃത്യമായി വീഴ്ത്തിക്കൊണ്ട് 2 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് അത് കേരളം നേടുകയാണ്. അങ്ങനെ കേരളം ഏറെക്കുറെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കുന്നു. പിന്നീടുള്ള ഈ മണിക്കൂറുകൾ, അതായത് ഏകദേശം 40 ഓവറുകളാണ് പിന്നീട് ഇന്നത്തെ ഈ 5-ാം ദിവസം അവസാനിക്കുവാനായിട്ട് ഉണ്ടായിരുന്നത്. അത് കേരളത്തിന് വളരെ നിർണായകമായിരുന്നു. കാരണം ആദ്യം രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങുന്ന കേരളത്തിന് തുടക്കം തന്നെ മികച്ച ബാറ്റർമാരെ നഷ്ടമാകുന്നു. സച്ചിനെയും ഒപ്പം തന്നെ രോഹൻ കുന്നുമേല അടക്കമുള്ള താരങ്ങളെ നഷ്ടമാകുന്നു. അത് വലിയ ഒരു തിരിച്ചടി തുടക്കം തന്നെ കേരളത്തിന് നൽകുന്നുമുണ്ട്. കാരണം തുടക്കം ഈ ഫൈനൽ സാധ്യത ഉറപ്പിച്ചെങ്കിലും ഗുജറാത്തിന്റെ ബൗളിംഗ് തന്ത്രങ്ങൾ അത് കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കേരളം ഫൈനൽ കാണാതെ പുറത്താകുമോ എന്ന ആശങ്കയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആരാധകർക്ക് ഉണ്ടായേക്കാം. പക്ഷേ അവസാന നിമിഷം 20 ഓവർ ബാക്കി നിൽക്കെ കേരളത്തിന് വിജയം, അല്ലെങ്കിൽ സമനിലയിലേക്ക് മത്സരം കലാശിക്കുകയായിരുന്നു. അങ്ങനെ കേരളം ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു.